എവിടെയാണ് നമ്മള് കിടക്കുന്നത്? പറയും പോലെ എവിടെയാ എന്നെ കിടത്തുക? കാര്യം കുഴഞ്ഞല്ലോ. എന്തിനാ കുഴയുന്നേ? സൈനബാ, ഈ മുറിന്റെ മൂലയ്ക്ക് കിടന്നോട്ടെ. പാപ്പയുടെ കൂർക്കമ്മലി കേട്ടാലേ അവൾ അറിഞ്ഞില്ല. പഠിച്ചടാ നമുക്ക്. ഭാവിക്ക് പായി വെച്ച് അവിടെ കിടത്താം. തല എങ്ങോട്ട് വെക്കണം പാപ്പ? തല ഈ മുറിയിലോട്ട് വെച്ചോട്ടെ പാപ്പ. ഒരു ചവിടി വെച്ച് നല്ലല്ലോ നമുക്ക്. മോളെ ഇവിടെ ഇങ്ങനെ പായി വെച്ചിട്ട് കിടന്നു. എന്തിനാ പാപ്പ നമ്മള് വെറുതെ ഈ ചാട്ട കെട്ടുന്നത്? ഈ ചരലിന്റെ മറ്റേറ്റം നമ്മൾ അരയെ കെട്ടും. എന്തിനാ? നമ്മൾ അരയിലൊരു മണിയുണ്ട്. അത് ഭീമാപ്പള്ളിയിൽ നിന്നും ഓടിക്കൊണ്ടുവന്ന മണിയാണ്. അല്ല ആരെങ്കിലും തൊട്ടാ അപ്പൊ മണി അടിച്ചു. ഇതെന്നും കെട്ടണോ പാപ്പ? വേണ്ട, ഒരു പ്രാവശ്യം കെട്ടിയ അതിന്റെ ശക്തി കൊണ്ട് എന്നും അടിക്കും. അയാൾക്ക് കിടന്നുറങ്ങിക്കോ. അകട റഹ്മാനെ തമ്പുരാനെ കാക്കണേ. കമ്പനിയുടെ പേരിന്റെയും ലേബലിന്റെയും സാദൃശ്യം വെച്ചുകൊണ്ടാണ് പ്രസാദ് നമുക്ക് വന്ന ഈ ഓർഡർ തട്ടിയെടുത്തത്. ഗീത ബീഡി എന്ന പേരിനെതിരായി കേസ് കൊടുക്കണമെന്ന് ഞാൻ അന്നേ ഗീതയോട് പറഞ്ഞതാണ്. കേട്ടില്ല. നമ്മുടെ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു മനുഷ്യനാണല്ലോ പ്രസാദ് എന്ന് കരുതിയാണ് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവൻ മനുഷ്യനല്ല, മൃഗമാണ്. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിലൊരു മോഷണം നടന്നത് ഗീതയ്ക്ക് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. പ്രസാദായിരുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഗീതയെ കൊല്ലാനായിരുന്നു അവരുടെ പരിപാടി. പക്ഷേ ഭാഗ്യത്തിന് നടന്നില്ല. അത് വീണ്ടും ആവർത്തിച്ചേക്കുമെന്ന് എനിക്ക് സംശയം തോന്നി. അതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും നേടേണ്ടി വന്ന അപവാദത്തെ പോലും മറന്നുകൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ താമസമാക്കിയത്. ഇതൊന്നും എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. സമയം വരുമ്പോൾ അറിഞ്ഞാൽ മതിയെന്ന് കരുതി. ഒരു കാര്യം, ക്ഷമിക്കാവുന്നതിന്റെ അങ്ങേയറ്റം വരെ ക്ഷമിച്ചു. ഇനി അത് സാധ്യമല്ല. പ്രസാദിന്റെ കമ്പനിയുടെ ലേബലിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഗീതയ്ക്കെതിരുണ്ടോ? ഇക്കാര്യത്തിൽ ഇനി എന്നോടൊന്നും ചോദിക്കണ്ട. അങ്ങേക്ക് യുക്തമെന്ന് തോന്നുന്ന ഏത് നടപടിയും സ്വീകരിക്കാം. രണ്ടു തിരിഞ്ഞു വന്നൊരു ബീഡി തെറുപ്പുകാരൻ സ്റ്റേ വാങ്ങിയിരിക്കുന്നു. ലേബിൾ മാറ്റാതെ ഇത് സീതാ ബീഡി വിൽക്കാൻ പാടില്ല. ഇതിൽ പല അപകടം വരാനുണ്ടോ? സാർ വിഷമിക്കണ്ട, നമുക്ക് സുപ്രീം കോടതിയിൽ പോവാം. എവിടെ പോയാലും വേണ്ടില്ല, 24 മണിക്കൂറിനകം ഈ സ്റ്റേ പിൻവലിപ്പിക്കണം. അത് മാത്രമല്ല, എന്ത് മാർഗം ഉപയോഗിച്ചായാലും അവന്റെ കമ്പനി പൂട്ടിക്കണം. പൂട്ടിച്ചാൽ മതിയല്ലോ, അത് ഞാൻ ഏറ്റു. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഞാൻ തെണ്ടിയാലും അവനെ ഒരു പാഠം പഠിപ്പിക്കാതിരിക്കില്ല. എന്താ അച്ഛൻ? നീ ഇത് കണ്ടോ? സീതാപീഡിക്ക് സ്റ്റേ. അതേടാ, നീ ആത്മമിത്ര എന്ന് പറഞ്ഞ് നടക്കുന്ന നിന്റെ ചങ്ങാതിയുടെ അച്ഛനില്ലേ, ആ എരപ്പാളിയാണ് സ്റ്റേ വാങ്ങിയിരിക്കുന്നത്. എന്തിനാണെന്ന്? 2 കമ്പനിയുടെയും ലേബിൾ ഒരുപാടാണെന്ന്. എടാ, നാളെ നീ ഭരിക്കാൻ പോകുന്ന സ്ഥാപനമാണ് അടച്ചുപൂട്ടാൻ പോകുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ നീ അവന്റെ തോളി കേട്ടോണ്ട് വരണോ? അച്ഛാ, നിങ്ങളുടെ ബിസിനസ്സും ഞങ്ങളുടെ സ്നേഹവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബാബുവിന്റെ അച്ഛനെന്ത് അവനെന്ത് വെച്ചു? നേരാൽ അവന്റെ കൂടെ നീ നടക്കുന്ന കണ്ടാൽ നിന്നെ ഞാൻ വെടിവെച്ചുവല്ലോ. കോളേജിലെ ഫിസിക്കൽ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ വാക്ക് പറയുകയാണ്. സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾ സിന്ധുവിന് കൊടുക്കാം. സാർ, ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് മകളെ മുകളിലേക്ക് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ നിലയ്ക്ക് പട്ടണത്തിലേക്ക് പോരുന്നല്ലേ നല്ലത്. നേരാണമ്മേ, മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും എല്ലാം അവിടെയുണ്ട്. സിന്ധുവിന്റെ ഭാവിയുടെ കണക്കിലെടുത്തുകൊണ്ട് അവളെ ഞങ്ങളുടെ കോളേജിലേക്ക് അയക്കണമെന്നാണ് എന്റെ അപേക്ഷ. ശരിയെന്ന് പറയൂ അമ്മേ. നിനക്കും അതാണ് താല്പര്യമെങ്കിൽ അത് തന്നെ നടക്കട്ടെ. എന്താ ഇത്? സലീമിക്ക, മാറി നിൽക്ക. തൊടല്ലേ, ബാപ്പാന്റെ അരയില് മണിയടിക്കും. എടി മണ്ടി, ഒരു പകളോന്നുള്ളിൽ ബാപ്പി ഉണ്ടെങ്കിലേ മണിയടിക്കൂ. നേരാ? പിന്നല്ലാതെ. ഇത് കരണ്ട് പോലെയാണ് സൈനബ. ദൂരം കൂടിയാ അടിക്കില്ല,
ബാപ്പ ഇപ്പൊ എവിടെയാ? ഫാക്ടറിയിൽ. അപ്പൊ പിന്നെ മണി അടിക്കോ? എങ്കിൽ തൊട്ടു. എന്താ ഇത്? നീ പറ. നല്ല ഇളം ചുവപ്പ് നിറത്തിൽ ഉരുണ്ടിരിക്കും. എന്താന്ന് പറ? ഞാൻ അരയ്ക്കാം. തേജയ്ക്ക അല്ല, അകത്ത് ഇത്തിരി തേനുണ്ട്. ദുബായി കൊണ്ടുവന്നതാ. ഞമ്മക്ക് തിന്നാ വലിയ കൊതിയാ. അതല്ല ഞാൻ മേടിച്ചോണ്ട് തിന്നോ. എവിടെ ഒളിക്കുക? അപ്പൊക്ക് വരാൻ കണ്ടൊരു സമയം, ഒളിക്കാനൊരു സമയമില്ലല്ലോ. കോളേജിൽ വന്ന ഇല്ല പാപ്പ. അവന്റെ മണ അടിക്കുന്നുണ്ടല്ലോ. മണവാ? ആടി ഒരാൾക്ക് പിടിച്ച കുപ്പീന്റെ അകത്തുനിന്നും അവനെങ്ങനെ എടുത്തിട്ട് പുസ്കെന്ന് അടിക്കുന്നില്ലേ? അതിന്റെ മണം. ഒരു പീക്ക് വെച്ചിടുക ദുബായ് അട്ടത്, അതിന്റെ മണം. ആ എന്റെ ഉമ്മാക്ക് പറഞ്ഞവന് നീ കട്ടിന്റെ അടി കയറി ഒളിച്ചിരുന്ന നമ്മൾ കാണൂലെന്ന് വിചാരിച്ചോ? ഇറങ്ങി വേടാ. പാപ്പ, കട്ടിലിനടിയിൽ ഒരു പൊനം. പൊനവാ? അതെ പാപ്പ, ഒരു എലിപ്പൊനം. ഞാനത് അടക്കിയായിരുന്നു. കോളേജിൽ നിന്ന് വന്നില്ലാന്ന് ഈ നമ്മളോട് കള്ളല്ലേ പറഞ്ഞത്? പടച്ചവനോട് ഞമ്മള് കണ്ടില്ല പാപ്പ. എന്താണ് എന്റെ പാറ്റിനകത്തൊരു മോയ? വെള്ളിയാഴ്ച നമ്മുടെ പൊക്കള് വീർക്കും ബലൂൺ പോലെ. അല്ലോ, ഇതൊരു കുഴപ്പം പിടിച്ച് വീർക്കലാണല്ലോ. പാപ്പ, ഇതിന് ഹീമോഗ്ലോബിൻ എന്ന ഇംഗ്ലീഷ് പറയുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ പൊട്ടും. അല്ലാ, പൊട്ടിയാ കുടലും പണ്ടൊക്കെ പുറത്ത് ചാടുവോ? കുടലും പണ്ട് ആളെ പുറത്ത് ചാടും. അല്ലാ, ഇതിനിപ്പോ എന്ത് ചെയ്യൂ? ഉടനെ ഡോക്ടറെ കാണിക്കണം. ഒരു ഇൻട്രാവൻസ് ഇഞ്ചക്ഷൻ കൊടുത്താൽ അപ്പ ചുങ്ങും. എന്നാ വേഗം ചെല്ലടോ. ചെല്ലു മോളെ, ചെല്ല്. നമുക്ക് നടക്കാൻ വയ്യേ. പയ്യെ നടന്നാ മതി, ഞാൻ താങ്ങിക്കൊള്ളാം. നമ്മളെ തുടല്ലേ. പാപ്പാന്റെ മണി അടിച്ചോ? നല്ല കാര്യത്തിന് കുറിച്ചാ മണി അടിക്കില്ല മോളെ. നീ വെക്കുമ്പോ കൊണ്ടുപോളെ. അയ്യോ.